പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:24 തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നാം പലപ്പോഴും ഈ 2 പക്ഷത്തും നിൽക്കുന്നവരാണ്. നമുക്ക് ദൈവത്തെയും വേണം, ലോകത്തെയും വേണം. നമുക്ക് ലോകസുഖങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. 2 വഞ്ചിയിലും കാല് കുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുകയില്ല. നിയമാവർത്തനം 30:15 തിരുവചനം പറയുന്നു, ഇതാ ഇന്ന് ഞാൻ നിൻ്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിച്ചാൽ നാം ജീവിക്കും. നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാതിരുന്നാൽ നമ്മുടെ ആത്മാവ് മരിക്കും, നിത്യനാശത്തിലേക്ക് നാം പതിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് നാം ജീവിച്ചാൽ നാം അനുഗ്രഹീതരായി മാറും എന്ന് തിരുവചനം പറയുന്നുണ്ട്. നാം ഏതു പക്ഷത്താണ് നിൽക്കുന്നത്? ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ച് നാം ശരിയായ ബോധ്യമുള്ളവരായിരിക്കണം. യാക്കോബ് 4:4 പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. യാക്കോബ് 4:5 പറയുന്നു, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. ആ ആത്മാവ് ദൈവത്തിനുള്ളതാണ്, അത് സാത്താന് കൊടുക്കാനുള്ളതല്ല. നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുവാനുള്ള അവകാശവും അനുവാദവും നമുക്കില്ല. നമ്മുടെ ആത്മരക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം നിത്യജീവനിൽ പ്രവേശിച്ച് സ്വർഗീയ മക്കളായി മാറണമെങ്കിൽ നമുക്ക് വേണ്ടത് വിശുദ്ധിയാണ്. 1 തെസ്സലോനിക്ക 4:3 പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നാം നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യവും അസൂയയും അഹങ്കാരവും സ്വാർത്ഥതയും എല്ലാം സൂക്ഷിക്കുന്നുണ്ട്. പുറമേ നാം വളരെ നല്ലവരായി കാണപ്പെടുകയും ചെയ്യും. ദേവാലയത്തിൽ പോകുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, ജപമാല ചൊല്ലുന്നു, പ്രാർത്ഥനകൾക്കൊന്നും മുടക്കം വരാതെ നാം മുന്നോട്ട് പോകുന്നു. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? ഹൃദയം കാണുന്ന കർത്താവ് നമ്മോട് ഹൃദയം വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാനാണ് ആവശ്യപ്പെടുന്നത്. ജെറമിയ 4:14 പറയുന്നു, കർത്താവ് പറയുകയാണ്, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് ഈ ദുഷിച്ച ഹൃദയവും പേറി നീ നടക്കുക? ജോയൽ 2:13 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് എന്ന്. എഫേസ്യോസ് 4:22 പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. നമ്മുടെ പഴയ ജീവിത രീതി ഉപേക്ഷിച്ച് പുണ്യത്തിൻ്റെ വഴികെ പോകുമ്പോൾ സഹനവും വേദനയും നമുക്കുണ്ടാകും. നമ്മുടെ ചില ബന്ധങ്ങൾ, ചില സുഖങ്ങൾ, ചില ആഗ്രഹങ്ങൾ, പാപ സാഹചര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാകും. എന്നാൽ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം നാം ഉപേക്ഷിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടും. നാം കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥനയിൽ 10-ാം സ്ഥലത്ത് രക്തത്തിൽ ഒട്ടിക്കിടന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റിയപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച ഈശോയെ
നമ്മുടെ പഴയ ജീവിത രീതിയെ ഉരിഞ്ഞു മാറ്റി യേശുവിനെ ധരിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ആ കൃപയാണ് നമുക്ക് ആവശ്യം. അതിന് നമ്മുടെ സ്വയം പരിശ്രമം കൊണ്ട് മാത്രം സാധിക്കുകയില്ല. അതിന് പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണം. അതിനാണ് നമുക്ക് നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.